ക്ലാസ്സിൽ കണ്ടീഷണൽ പ്രോബബിലിറ്റി എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ അതിന്റെ ഡെഫിനിഷൻ എന്താണ്? പി ഓഫ് എ ഗിവൺ ബി. പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി എന്ന് പറയുന്നത് എന്താണ്? പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ബൈ പി ഓഫ് ബി ആയിരിക്കും. സിമിലർലി പ്രോബബിലിറ്റി ഓഫ് ബി ഇന്റർസെക്ഷൻ ബി ഗിവൺ എ എന്ന് പറയുന്നത് പി ഓഫ് ബി ഇന്റർസെക്ഷൻ എ ബൈ പി ഓഫ് എ ആയിരിക്കും. അതുപോലെ എന്താണ്? കണ്ടീഷണൽ പ്രോബബിലിറ്റി എന്ന് പറയുന്നതും ഒരു പ്രോബബിലിറ്റി മെഷർ ആണ്. നമ്മൾ പ്രൂവ് ചെയ്തു by using the definition of axiomatic definition of probability. അതിന്റെ 3 ആക്സിയം ഇതിന് കണ്ടീഷണൽ പ്രോബബിലിറ്റി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെന്ന് കാണിച്ചു. പിന്നെ മൾട്ടിപ്ലിക്കേഷൻ ലോ ഓഫ് പ്രോബബിലിറ്റി പറഞ്ഞു. ഫോർ എനി 2 events A and B, P of A intersection B equal to P of A into P of B given A ആയിരിക്കും, അല്ലെങ്കിൽ P of B into P of A given B ആയിരിക്കും. അതിന്റെ എന്താണ് പ്രൂഫും പറഞ്ഞിട്ടുണ്ട്. ഇനി പറയാൻ പോകുന്നത് ഇൻഡിപെൻഡന്റ് ഇവന്റ്സ് ആണ്. ഇൻഡിപെൻഡന്റ് ഇവന്റ്സ് നമ്മുടെ കണ്ടീഷണൽ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? പി ഓഫ് എ ഗിവൺ ബി എന്ന് വെച്ചാൽ ബി എന്ന് പറയുന്ന ഒരു ഇവന്റ് ഒക്കർ ചെയ്തിട്ട് എ ഇവന്റ് ഒക്കർ ചെയ്യാനുള്ള പ്രോബബിലിറ്റി. അപ്പം എ എന്ന് പറയുന്ന ഇവന്റ് ബിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ബി കഴിഞ്ഞിട്ടാണ് എ എന്ന് പറയുന്ന ഇവന്റ് വരുന്നത്. അത് ആ ബി എന്ന് പറയുന്ന ഇവന്റ് ഇല്ലാതെ എ അവിടെ ഒക്കർ ചെയ്യുന്നില്ല. അപ്പം ഈ പി ഓഫ് എ ഗിവൺ ബി എന്ന് പറയുമ്പം എ എന്ന് പറയുന്ന ഇവന്റ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ബി എന്ന് പറയുന്ന ഇവന്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഡിപ്പെൻഡൻസി അല്ലാത്ത കേസ് വരും. 2 ഇവന്റ്സ് ഡിപ്പെൻഡ് ചെയ്യാത്ത കേസിലെയാണ് നമ്മൾ ഇൻഡിപെൻഡന്റ് ഇവന്റ്സ് എന്ന് പറയുന്നത്. 2 ഇവന്റ്സ് ഒക്കർ ചെയ്യാൻ അത് എന്താണ്? ഡിപ്പെൻഡൻസി ഇല്ല, ഒരു കണ്ടീഷണൽ പ്രോബബിലിറ്റി വരുന്നില്ല. അപ്പൊ ആ കേസിലാണ് നമ്മൾ ഇൻഡിപെൻഡന്റ് ഇവന്റ്സിനെ പറ്റി പറയുന്നത്. ഡെഫിനിഷൻ നോക്കാം. 2 or more events are said to be independent if the probability of any one them is not affected by the supplementary knowledge concerning the materialization of any number of the remaining events, otherwise they are said to be dependent. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഇവന്റ് എ എന്ന് പറയുന്ന ഒരു ഇവന്റ് ഉണ്ടെങ്കിൽ ആ ഇവന്റ് അതിന് മുന്നേ എത്ര ഇവന്റ് നടന്നിട്ടുണ്ടോ അതിനൊന്നും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇറ്റ്സ് ഇൻഡിപെൻഡന്റ് ഓഫ് എനി അതർ ഇവന്റ്സ്. Independence of 2 events A and B. An event A is said to be independent. Independent means statistically independent. If the event A is said to be independent of event B, if the conditional probability of A given B, that is P of A given B, is equal to the unconditional probability of A. ഇത് P of A given B എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? P of A തന്നെയാണ്. അത് രണ്ടും ഈക്വൽ ആണ്. ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞത് സംഭവം വരുന്നില്ല. ബിനെ ഡിപ്പെൻഡ് ചെയ്യാത്തതുകൊണ്ട് തന്നെ P of A given B എന്ന് പറയുന്നത് P of A ആണ്. Similarly, if the event B is independent of A, then P of B given A എന്താ പറയാ? P of B ആണ്. അവിടെ B എന്ന് പറയുന്ന ഇവന്റ് എനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. സോ P of B given A എന്ന് പറയുന്നത് P of B തന്നെയാണ്. നമ്മൾ കണ്ടീഷണൽ പ്രോബബിലിറ്റി പറയുമ്പോൾ എപ്പോഴും ഒരു ഡിപ്പെൻഡൻസി കേസ് വരും. കണ്ടീഷണൽ പ്രോബബിലിറ്റി പറയുന്നത് എപ്പോഴും ഒരു ഡിപ്പെൻഡന്റ് കേസിലാണ് കണ്ടീഷണൽ പ്രോബബിലിറ്റി പറയാം. പക്ഷെ അൺകണ്ടീഷണൽ പ്രോബബിലിറ്റി പറയുന്നത് എപ്പോഴും എന്താണ്? ഇൻഡിപെൻഡന്റ് കേസിലാണ്. ആ ഇൻഡിപെൻഡന്റ് കേസിൽ P of A given B എന്ന് പറയുന്നത് P of A ആണ്. P of B given A എന്ന് പറയുന്നത് P of B ആണ്. Since P of A intersection B equal to P of A into P of B given A, and since P of B given A equal to P of B, when B is independent of A, we must have P of A intersection B equal to P of A into P of B. ഈ P നമുക്കറിയാം, P of B കണ്ടീഷണൽ പ്രോബബിലിറ്റി പറഞ്ഞായിരുന്നു. P of B given A എന്ന് പറയുന്നത് P of A intersection B by P of B ആണ്. അതിൽ നമ്മൾ P of B നെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? P of A intersection B എന്താണ്? P of A intersection B equal to P of B given A into P of A. അത് നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. പറഞ്ഞിട്ടുണ്ട്. അതാണ് നമ്മൾ ഈ മൾട്ടിപ്ലിക്കേഷൻ തിയറത്തിൽ പറഞ്ഞിട്ടുണ്ട്. P of A intersection B എന്താണ്? P of A into P of B given A ആണ്. പക്ഷെ ഇവിടെ ഇൻഡിപെൻഡന്റ് കേസിൽ ഈ P of B given A എന്ന് പറയുന്നത് എന്താണ്? P of B itself ആണ്. സോ ഇൻഡിപെൻഡന്റ് കേസിൽ നമുക്ക് എങ്ങനെ എഴുതാം? P of A intersection B നെ P of A into P of B എന്ന് എഴുതാം. Hence the events A and B are independent if P of A intersection B equal to P of A into P of B. ആ ഇൻഡിപെൻഡന്റ് കേസിൽ എയും ബിയും ഇൻഡിപെൻഡന്റ് ഇവന്റ്സ് ആണെങ്കിൽ P of A intersection B എന്താണ്? P of A into P of B ആണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് പെയർ വൈസ് ആൻഡ് മ്യൂച്വൽ ഇൻഡിപെൻഡൻസ്. പെയർ വൈസ് ആൻഡ് മ്യൂച്വൽ ഇൻഡിപെൻഡൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം A1 A2 എക്സെട്ര A എന്ന് പറയുന്ന ഇവന്റ്സ് ഉണ്ട്. ഇതിൽ
ഏത് പെയർ എടുത്താലും അത് ഇൻഡിപെൻഡന്റ് ആയിരിക്കും. ഏത് പെയർ ഇവന്റ് എടുത്താലും ഇൻഡിപെൻഡന്റ് ആയിരിക്കും. പെയർ വൈസ്ലി ഇൻഡിപെൻഡന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് പെയർ ഓഫ് ഇവന്റ്സ് എടുത്താലും എന്താണ് അത് ഇൻഡിപെൻഡന്റ് ആയിരിക്കും. A1 ഉം A2 ഇൻഡിപെൻഡന്റ് ആയിരിക്കും, A1 ഉം A3 ഇൻഡിപെൻഡന്റ് ആയിരിക്കും. അങ്ങനെ പെയർ വൈസ് ഇൻഡിപെൻഡന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സെറ്റ് ഓഫ് ഇവന്റ്സിൽ ഏത് പെയർ എടുത്താലും അതിന്റെ പ്രോബബിലിറ്റി ഓഫ് AI ഇന്റർസെക്ഷൻ AJ എന്ന് പറയുന്നത് എന്തായിരിക്കും? പ്രോബബിലിറ്റി ഓഫ് AI ഇന്റർസെക്ഷൻ AJ ഈക്വൽ ടു P ഓഫ് AI ഇൻറ്റു P ഓഫ് AJ. അങ്ങനെയാണ് അല്ലെ? ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? നമ്മള് എയും ബിയും ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ P ഓഫ് A ഇന്റർസെക്ഷൻ B ഈക്വൽ ടു P ഓഫ് A ഇൻറ്റു P ഓഫ് B. ഇതാണ് നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞത്. പക്ഷെ പെയർ വൈസ് ഇൻഡിപെൻഡൻസിൽ നമുക്കൊരു സെറ്റ് ഓഫ് ഇവന്റ്സ് ഉണ്ട്. അതിൽ ഏത് പെയർ എടുത്താലും ഇൻഡിപെൻഡൻസ് ആവുകയാണെങ്കിൽ അതിനെ പെയർ വൈസ്ലി ഇൻഡിപെൻഡന്റ് ഇവന്റ്സ് എന്ന് പറയും. ഈ മ്യൂച്വൽ ഇൻഡിപെൻഡൻസ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സെറ്റ് ഓഫ് ഇവന്റ്സ് ഉണ്ട്. അതിൽ ഏത് ഇപ്പൊ പെയർ വൈസ്ലി അല്ല, നമ്മൾ രണ്ട് ഇവന്റ് എടുത്തു, അതെന്താണ്? ഇൻഡിപെൻഡന്റ് ആണ്. 3 ഇവന്റ്സ് എടുക്കുകയാണെങ്കിൽ ആ 3 ഇവന്റ്സ് ഇൻഡിപെൻഡന്റ് ആണ്. 4 ഇവന്റ്സിന്റെ സെറ്റ് എടുക്കുകയാണെങ്കിൽ 4 ഇവന്റ്സ് ഇൻഡിപെൻഡന്റ് ആണ്. ഇപ്പം P ഓഫ് A1 ഇന്റർസെക്ഷൻ A2 എന്ന് പറയുന്നത് എടുക്കുകയാണെങ്കിൽ P ഓഫ് A1 ഇൻറ്റു P ഓഫ് A2 വരും. P ഓഫ് A1 ഇന്റർസെക്ഷൻ A2 ഇന്റർസെക്ഷൻ A3 എടുക്കുകയാണെങ്കിൽ എന്ത് വരും? P ഓഫ് A1 ഇന്റർസെക്ഷൻ P ഓഫ് A2. നമുക്ക് അതിനെ എല്ലാത്തിനും ഏത് പെയർ വൈസ്ലി മാത്രമല്ല, നമ്മൾ 3ഓ 4ഓ എത്ര ഇവന്റ്സ് എടുത്ത ഇന്റർസെക്ഷൻ കണ്ടുപിടിക്കുകയാണെങ്കിൽ അത് നമുക്ക് പ്രോഡക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റും. ഇങ്ങനെയാണ് നമ്മൾ മ്യൂച്വൽ ഇൻഡിപെൻഡൻസും പെയർ വൈസ് ഇൻഡിപെൻഡൻസും പറയുന്നത്. ഡെഫിനിഷൻ നോക്കാം. പെയർ വൈസിനെ നോക്കാം. ഡെഫിനിഷൻ: A set of events A1, A2, etc. AN are said to be pairwise independent if every pair of different events are independent. ഏത് രണ്ട് ഇവന്റ് എടുത്ത് അതിന്റെ ഇന്റർസെക്ഷൻസിന്റെ പ്രോബിലിറ്റി കണ്ടാലും അതിനെ P of AI into P of AJ എന്ന് എഴുതാൻ പറ്റും. That is P of AI intersection AJ equal to P of AI into P of AJ for all I and J. I not equal to J. In mutual independence definition നോക്കാം. A set of events A1, A2, etc. AN are said to be mutually independent. P of A1 intersection AJ intersection etc. intersection AR equal to P of AI, P of AJ etc. P of AR for every subset AI, AJ etc. AR of A1, A2 etc. AN. That is, the probability of every 2, every 3 and every n of the events are the product of the respective probability. നമ്മൾ എത്ര ഇവന്റ്സിന്റെ ഇന്റർസെക്ഷൻ എടുത്താലും അതിന്റെയൊക്കെ പ്രോഡക്റ്റ് ആയിട്ട് പ്രോബബിലിറ്റിനെ എഴുതാൻ പറ്റും. ഫോർ എക്സാമ്പിൾ 3 events A and B are said to be mutually independent. A, B, C എന്ന് പറയുന്ന 3 ഇവന്റ്സ് ഉണ്ട്. അപ്പൊ അത് മൂന്നും പിന്നെന്താണ് മ്യൂച്വലി ഇൻഡിപെൻഡന്റ് എന്ന് പറയുകയാണെങ്കിൽ കാണിച്ചാൽ നമ്മളത് ഷോ ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ കണ്ടുപിടിക്കണം. P of A ഇന്റർസെക്ഷൻ B നെ P of A into P of B എഴുതാൻ പറ്റണം. P of B ഇന്റർസെക്ഷൻ C നെ P of B into P of C എന്ന് എഴുതാൻ പറ്റണം. P of A ഇന്റർസെക്ഷൻ C നെ P of A into P of C എന്ന് എഴുതാൻ പറ്റണം. അതുപോലെ P of A ഇന്റർസെക്ഷൻ B ഇന്റർസെക്ഷൻ C നെ P of A into P of B into P of C എന്ന് എഴുതാൻ പറ്റണം. അപ്പൊ എത്ര എടുത്താലും, എത്ര പെയർ വൈസ്ലി മാത്രമല്ല 3 എണ്ണം 4 എണ്ണം ഒക്കെ എടുത്താലും നമുക്ക് അതിന് പ്രോഡക്റ്റ് രൂപത്തിൽ എഴുതാൻ പറ്റുവാണെങ്കിൽ നമുക്ക് മ്യൂച്വലി ഇൻഡിപെൻഡന്റ് ആണെന്ന് പറയാം. പെയർ വൈസ്ലി മാത്രം ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ അതാണ് നമ്മൾ ഫസ്റ്റ് കേസ് പറഞ്ഞത്. ഇനി നമുക്ക് പറയാം തിയറം നോക്കാം. അതിന്റെ നോട്ട് നോക്കുക. പെയർ വൈസ് ഇൻഡിപെൻഡൻസ് ഡസ് നോട്ട് ഇംപ്ലൈ മ്യൂച്വൽ ഇൻഡിപെൻഡൻസ്. പെയർ വൈസ് ഇൻഡിപെൻഡൻസ് ഡസ് നോട്ട് ഇംപ്ലൈ മ്യൂച്വൽ ഇൻഡിപെൻഡൻസ്. മ്യൂച്വൽ ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഏതിലായി പെയർ വൈസ്ലി അല്ലെങ്കിൽ 3 എണ്ണം 4 എണ്ണം ഒക്കെ എടുത്താലും അതൊക്കെ എന്തായിരിക്കും ഇൻഡിപെൻഡന്റ് ആണെന്ന് പറഞ്ഞത്. പെയർ വൈസ്ലി മ്യൂച്വൽ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ടൈപ്പ് ഓഫ് പെയർ വൈസ് ഇൻഡിപെൻഡൻസ് ആണ് അല്ലെ. അതിൽ ആ മ്യൂച്വൽ ഇൻഡിപെൻഡൻസിൽ എന്തും വരുന്നുണ്ട്? പെയർ വൈസ് ഇൻഡിപെൻഡൻസും വരുന്നുണ്ട്. അപ്പം പെയർ വൈസ് മ്യൂച്വൽ ഇൻഡിപെൻഡൻസ് ഇംപ്ലൈ പെയർ വൈസ് ഇൻഡിപെൻഡൻസ്. But the converse is not true. Pairwise independence does not imply mutual independence. അതാണ് ഇനി പ്രൂവ് ചെയ്യാനുള്ളത്. തിയറം നോക്കുക. Mutual independence of events implies pairwise independence of events. The converse is not true. അപ്പോൾ നമ്മൾ കാണിക്കാൻ പോകുന്ന ഒരു എക്സാമ്പിൾ വെച്ചിട്ടാണ് പ്രൂഫ് നോക്കുക. From the definition of mutual independence, it is clear that mutual independence implies pairwise independence. ഡെഫിനിഷനിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും മ്യൂച്വൽ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത് അതിൽ എന്ത് ഇൻക്ലൂഡ് ആണ്? പെയർ വൈസ് ഇൻഡിപെൻഡൻസും ഇൻക്ലൂഡ് ആണ്. We shall prove that the converse is not necessarily true. That is, pairwise independence does not imply mutual independence. We can illustrate it by means of an example. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ S എന്ന് പറയുന്ന ഒരു സാമ്പിൾ സ്പേസ് ഉണ്ട്. അതിൽ omega1, omega2, omega3, omega4 4 പോയിന്റ്സ് ഉണ്ട്. അതിൽ പ്രോബബിലിറ്റി ഓഫ് ഈച്ച് ഇവന്റ്
ഈച്ച് ഇവന്റ് എന്ന് പറയുന്നത് 1/4 ആണ്. വെച്ചാൽ പ്രോബിലിറ്റി ഓഫ് W1 എന്ന് പറയുന്നത് omega1 എന്ന് പറയുന്നത് 1/4 ആണ്. എന്ന് വെച്ചാൽ omega1 കിട്ടാനുള്ള പ്രോബിലിറ്റി എന്ന് പറയുന്നത് 4 കിട്ടാനുള്ള പ്രോബിലിറ്റി എന്താ 1/4. P of omega2 എന്താണ് 1/4. P of omega3 എന്താണ് 1/4. P of omega4 1/4. ഇനി നമ്മൾ 3 ഇവന്റ്സ് ഡിഫൈൻ ചെയ്യാണ്. 3 ഇവന്റ്സ് ഇതിൽ എന്ന് പറയുന്ന ഇവന്റ് എന്താണ് എന്ന് പറയുന്ന ഇവന്റിന്റെ സെറ്റ് എന്താണ് omega1 omega2. B എന്ന് പറയുന്ന ഇവന്റിന്റെ സെറ്റ് എന്താണ് omega1 omega3. C എന്ന് പറയുന്നത് omega1 omega4. ഈ P of A എന്താണ് ഇവിടെ വരിക? P of A വെച്ചാൽ നമ്മൾ സാമ്പിൾ സ്പേസിൽ 4 പോയിന്റ്സ് ഉണ്ട്. എയിൽ എത്ര പോയിന്റ്സ് ഉണ്ട്? W1 omega1 omega2. അപ്പം ഈ സാമ്പിൾ സ്പേസിൽ നിന്നും ഈ 2 പോയിന്റ്സ് കിട്ടാനുള്ള പ്രോബിലിറ്റി omega1 omega2 കിട്ടാനുള്ള പ്രോബിലിറ്റി എന്ന് പറയുന്നത് എന്താണ് 2/4 അല്ലേ? ആകെ സാമ്പിൾ സ്പേസിൽ 4 പേരുണ്ട്, 4 ഉണ്ട്, എല്ലാത്തിനും ഈക്വൽ പ്രോബിലിറ്റി ആണ് അല്ലെ? അത് 1/4 ആണ്. അപ്പൊ 4 എണ്ണത്തിൽ നിന്നും ഈ 2 എണ്ണം കിട്ടാനുള്ള 2/4. 2/4 എന്ന് പറഞ്ഞാൽ 1/2. അതുപോലെ P of B എന്താണ്? അതിൽ omega1 omega3 ആണ്. അപ്പം ഈ S എന്ന് പറയുന്ന സാമ്പിൾ സ്പേസിൽ നിന്ന് omega1 omega3 കിട്ടാനുള്ള പ്രോബിലിറ്റി എന്താണ് 2/4 എന്നുവെച്ചാൽ 1/2. ഇപ്പൊ C എന്ന് പറയുന്നത് സെറ്റ് എന്താണ് omega1 omega4. അത് സാമ്പിൾ സ്പേസിൽ കിട്ടാനുള്ള പ്രോബിലിറ്റി എന്താണ് 2/4. നമ്മുടെ ക്ലാസിക്കൽ ഡെഫിനിഷൻ വെച്ച് നമുക്ക് കിട്ടും അല്ലെ? നമ്പർ ഓഫ് ഫേവറബിൾ കേസസ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് കേസസ്. 2/4 എന്ന് വെച്ചാൽ എല്ലാം എന്താണ് P of A, P of B, P of C എന്താണ് 1/2 ആണ് പ്രോബിലിറ്റി. And consider the collection of events A, B, C. These events are pairwise independent but not mutually independent. ഇനി നമുക്കിത് pairwise independent ആണോ നോക്കാം. അതിനെന്താ ചെയ്യേണ്ടത്? P of A intersection B കണ്ടുപിടിക്കണം, P of A intersection C കണ്ടുപിടിക്കണം, P of B intersection C കണ്ടുപിടിക്കണം. അങ്ങനെ P of A intersection B നെ P of A into P of B ഇങ്ങനെ എഴുതാൻ പറ്റുവാണെങ്കിൽ എന്ത് പറയാം? A and B are independent. അതുപോലെ P of A intersection C നെ P of A into P of C എഴുതാൻ പറ്റുവാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? A and C are independent. അതുപോലെ P of B intersection C നെ P of B into P of C എഴുതാൻ പറ്റുവാണെങ്കിൽ എന്ത് പറയാം? B and C are independent. ഇനി P of A intersection B യിലെ ഏതൊക്കെ ഇവന്റാ വരിക? A എന്ന് പറയുന്ന സെറ്റ് omega1 omega2, B എന്ന് പറയുന്ന സെറ്റ് omega1 omega3. അപ്പൊ ഇതില് കോമൺ ആയിട്ട് വരുന്ന A intersection B യിൽ വരുന്ന പോയിന്റ് ഏതാണ്? omega1 ലെ A intersection B യിലെ പോയിന്റ് എന്ന് പറയുന്നത് omega1 ആണ്. അപ്പം പ്രോബബിലിറ്റി ഓഫ് A intersection B എന്താണ്? ഈ omega1 സാമ്പിൾ സ്പേസിൽ ഈ omega1 കിട്ടാനുള്ള പ്രോബബിലിറ്റി 1/4. അതാണ് കൊടുത്തിരിക്കുന്നത്. P of A intersection B equal to 1/4. ഇതിനെ നമുക്ക് P of A into P of 1/4 നെ നമുക്ക് എങ്ങനെയാക്കി എഴുതാൻ മാറ്റാം? 1/2 into 1/2 എന്ന് എഴുതാം അല്ലെ? ഇവിടെ നമുക്ക് 1/2 into 1/2 എന്ന് എഴുതാം. 1/4 നെ 1/2 into 1/2 എന്ന് എഴുതാൻ പറ്റും. ഈ 1/2 എന്താണ്? 1/2 എന്ന് പറഞ്ഞാൽ P of A എന്ന് പറയുന്നത് എന്താ 1/2 ആണ്. അപ്പൊ ഇതിനെ നമ്മൾ P of A എന്നും ഈ 1/2 നെ P of B എന്നും കൊടുക്കുന്നു. അപ്പൊ P of A intersection B എന്തായി വന്നു? P of A into P of B എന്ന് എഴുതാൻ പറ്റുന്നുണ്ട്. അതുപോലെ P of B intersection C. B intersection C യിൽ ഏത് എലമെന്റാ വരിക? B intersection C യിൽ omega1 വരും. അപ്പൊ അതിന്റെ പ്രോബബിലിറ്റി എന്താണ്? 1/4 ആണ്. അതിനെ നമുക്ക് 1/2 into 1/4 നെ 1/2 into 1/2 എന്ന് എഴുതാൻ പറ്റും. എന്നുവെച്ചാൽ P of B into P of C എന്ന് എഴുതാൻ പറ്റും. അങ്ങനെ നമുക്ക് ഇതിനെയൊക്കെ പെയർവൈസ്ലി ഇൻഡിപെൻഡന്റ് ആണെന്ന് പറയാം. പക്ഷെ നമ്മള് ഇവിടെ P of A intersection B intersection C നെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റുക? P of A intersection B ഈ മൂന്നിലുള്ള പോയിന്റ് ഏതാണ്? omega1. omega1 കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്താണ്? 1/4. അപ്പൊ P of B intersection A intersection B intersection C എന്ന് പറയുന്നത് 1/4 ആണ്. പക്ഷെ അതിനെ നമുക്ക് എന്താണ് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പറ്റുമോ? P of A into P of B. ഇങ്ങനെ P of A into P of B into P of C എന്ന് പറഞ്ഞാൽ 1/2 into 1/2 into 1/8 ആ വരുന്നത്. അത് എന്തിനോട് ഈക്വൽ അല്ല? P of A intersection B intersection C നോട് ഈക്വൽ അല്ല. ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പറ്റില്ല. അപ്പൊ എന്താണ്? അത് മ്യൂച്വലി ഇൻഡിപെൻഡന്റ് അല്ല. പക്ഷെ പെയർവൈസ്ലി ഇൻഡിപെൻഡന്റ് ആണ്, പക്ഷെ മ്യൂച്വലി ഇൻഡിപെൻഡന്റ് അല്ല. അപ്പം മ്യൂച്വൽ ഇൻഡിപെൻഡൻസ് ഇംപ്ലൈസ് പെയർവൈസ് ഇൻഡിപെൻഡൻസ്, ബട്ട് എന്താണ് പെയർവൈസ് ഇൻഡിപെൻഡന്റ് നീഡ് നോട്ട് ഇംപ്ലൈ മ്യൂച്വൽ ഇൻഡിപെൻഡൻസ്. ഇതാണ് അവിടെ പ്രൂവ് ചെയ്തത്. ഇനി മൾട്ടിപ്ലിക്കേഷൻ തിയറം. ഇൻഡിപെൻഡന്റ് ഇവന്റ്സിന്റെ കേസിലെ നേരത്തെ നമ്മൾ പറഞ്ഞത് ഡിപെൻഡന്റ് ഇവന്റ്സിന്റെ കേസിലെ മൾട്ടിപ്ലിക്കേഷൻ തിയറം ആയിരുന്നു പറഞ്ഞത്. അതെന്തായിരുന്നു? P of A intersection B equal to
P of A given B into P of B. ആദ്യം പറഞ്ഞത് എന്താണ്? മൾട്ടിപ്ലിക്കേഷൻ തിയറം ഫോർ ഡിപെൻഡന്റ് ഇവന്റ്സ്. ഇവിടെ പറയാൻ പോകുന്നത് മൾട്ടിപ്ലിക്കേഷൻ തിയറം ഫോർ ഇൻഡിപെൻഡന്റ് ഇവന്റ്സ്. If A and B are two independent events, P of A intersection B equal to P of A into P of B. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്, അത് തിയറം ഫോമിൽ പറയുന്നുള്ളൂ. We have for any two events A and B, P of A intersection B equal to P of A into P of B given A. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ മൾട്ടിപ്ലിക്കേഷൻ തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇതിൽ നമ്മൾ since A and B are independent, we have P of B given A equal to P of B. അപ്പൊ B given A ന്റെ സ്ഥാനത്ത് P of B given A ന്റെ സ്ഥാനത്ത് P of B കൊടുക്കുക. അപ്പൊ എന്ത് കിട്ടി? P of A intersection B equal to P of A into P of B എന്ന് കിട്ടും. ഈ നോട്ട് നോക്കൂ. A and B are independent. The addition theorem എന്തായിരുന്നു? two eventsന്റെ addition theorem എന്തായിരുന്നു? P of A union B equal to P of A plus P of B minus P of A intersection B. അവിടെ എയും ബിയും എന്താ ഡിപ്പെൻഡന്റ് ആണെങ്കിൽ ഉള്ള കേസ് ആയിരുന്നു. ഇപ്പം എയും ബി ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ അഡീഷൻ തിയറം എന്തായിട്ട് മാറും? P of A union B equal to P of A plus P of B minus അവിടെ P of A intersection B ന്റെ സ്ഥാനത്ത് എന്ത് വരും? P of A into P of B എന്ന് വരും. ഈ തിയറം നോക്കൂ. If A and B are two independent events, that is A and B, അതിൽ നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് എയും ബിയും ടു ഇൻഡിപെൻഡന്റ് ഇവന്റ്സ് ആണ് തന്നിട്ടുണ്ട്. നമുക്ക് ഒന്നാമത് കാണിക്കേണ്ടത് A and B complement are independent, A complement and B are independent, A complement and B complement are independent. ഇതൊക്കെയാണ് നമുക്ക് കാണിക്കേണ്ടത്. അപ്പൊ നമുക്ക് പ്രൂഫ് നോക്കാം. നമുക്ക് തന്നിട്ടുണ്ട് എന്താണ്? എയും ബിയും ഇൻഡിപെൻഡന്റ് ആണെന്ന്. Since A and B are independent, we have P of A given B equal to P of A. എയും ബി ഇൻഡിപെൻഡന്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ബൈ ദ ഡെഫിനിഷൻ ഓഫ് ഇൻഡിപെൻഡൻസി എന്ത് വരും? P of A given B equal to P of A, P of B given A equal to P of B. പിന്നെ എന്താണ് മൾട്ടിപ്ലിക്കേഷൻ തിയറം എങ്ങനെ എഴുതാം? P of A intersection B equal to P of A into P of B. ഇനി നമുക്ക് എയും ബി കോംപ്ലിമെന്റും ഇൻഡിപെൻഡന്റ് ആണെന്നാണ് കാണിക്കേണ്ടത്. അത് ഇൻഡിപെൻഡന്റ് ആണെന്ന് കാണിക്കാൻ എന്ത് ചെയ്താൽ മതി? P of A intersection B complement equal to P of A into P of B complement എന്ന് കാണിച്ചാൽ മതി. ടു ഇവന്റ്സ് ഇൻഡിപെൻഡന്റ് ആണ് കാണിക്കണമെങ്കിൽ അതിന്റെ ഇന്റർസെക്ഷനെ എന്താണ്? ഇൻഡിവിജ്വൽ പ്രോബബിലിറ്റിന്റെ പ്രോഡക്റ്റ് ആയി എഴുതാൻ പറ്റുമെന്ന് കാണിച്ചാൽ മതി. P of A ഇപ്പം എയും ഈ കോംപ്ലിമെന്റുമാണ് പിന്നെ ഇൻഡിപെൻഡന്റ് ആണെന്ന് കാണിക്കണമെങ്കിൽ P of A intersection B complement equal to P of A into P of B complement എന്ന് എഴുതാൻ പറ്റണം. എന്നാൽ ഇതിനെ നമുക്ക് ഇൻഡിപെൻഡന്റ് ആണെന്ന് പറയാൻ പറ്റും. അപ്പൊ നമുക്ക് ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നമ്മൾ എടുക്കുന്നു. Now P of A intersection B complement equal to എങ്ങനെ എഴുതാം? ബൈ ദ ഡിപ്പെൻഡന്റ് കേസിലാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? അതിന്റെ മൾട്ടിപ്ലിക്കേഷൻ ഫോർമുല യൂസ് ചെയ്തിട്ട് P of A into P of B complement intersection A, അല്ല P of B complement given A എന്ന് എഴുതാൻ പറ്റും. അടുത്ത സ്റ്റെപ്പ് നോക്കുക. P of A ഇനി P of B complement given A നെ നമുക്ക് എങ്ങനെ എഴുതാം? കോംപ്ലിമെന്ററി ഇവന്റ്സ് ആയിട്ട്. കോംപ്ലിമെന്ററി ഇവന്റ്സ് എങ്ങനെയാ? P of A complement equal to 1 minus P of A അല്ലെ? കണ്ടീഷൻ വരുമ്പോൾ വരും P of A complement given B equal to 1 minus P of A given B. അപ്പൊ നമുക്ക് ഈ P of B complement given A നമുക്ക് എഴുതാൻ പറ്റും 1 minus P of B given A എന്ന് എഴുതാൻ പറ്റും. ഇനി ഈ ഇവിടെയുള്ള P of പ്രോബബിലിറ്റി ഓഫ് B given A എന്ന് പറയുന്നത് എന്താണ്? ബിയും എയും ഇൻഡിപെൻഡന്റ് ആയതുകൊണ്ട് പ്രോബബിലിറ്റി ഓഫ് B given A എന്ന് പറയുന്നത് P of B ആണ്. എന്ന് വെച്ചാൽ P of A into 1 minus P of B. 1 minus P of B എന്താണ്? P of B complement. അപ്പൊ നമ്മൾ P of A intersection B complementനെ P of A into P of B complement എഴുതി. So A and B are independent. ഇനി നമുക്ക് കണ്ടെത്തേണ്ടത് A കോംപ്ലിമെന്റും ബിയും ഇൻഡിപെൻഡന്റ് ആണോ എന്നാണ്. അപ്പൊ നമ്മൾ എന്തെടുക്കണം? P of A complement intersection B എന്ന് വെച്ചാൽ P of B into ഇനി നമുക്ക് എങ്ങനെ എഴുതാം? മൾട്ടിപ്ലിക്കേഷൻ തിയറം ഓഫ് ഡിപെൻഡന്റ് ഇവന്റ് P of B equal to P of A complement given B. അത് നേരത്തെ എഴുതിയ പോലെ തന്നെ P of A complement ഇവന്റിനെ given B നെ എങ്ങനെ എഴുതാം? P of B into 1 minus P of A given B. 1 minus P of A given B നെ ഇവിടെ എയും ബിയും ഇൻഡിപെൻഡന്റ് ആയിട്ട് P of A given B നെ എന്ത് എഴുതാം? P of A എന്ന് എഴുതാം. P of B into 1 minus P of A. 1 minus P of A എന്താണ്? P of A complement. So A complement and B are independent. ഇനി നമുക്ക് എന്താ കാണിക്കേണ്ടത്? A കോംപ്ലിമെന്റും B കോംപ്ലിമെന്റും ഇൻഡിപെൻഡന്റ് ആണെന്ന് കാണിക്കണം. So P of A complement intersection B complement എന്ന് എടുക്കാം. ഇനി ഡിമോർഗൻസ് ലോ ഉണ്ട്. സെറ്റ് തിയറിയിൽ നമ്മൾ സെറ്റ് തിയറിന്റെ നോട്ട്സ് ഞാൻ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു.
അപ്പോൾ നമ്മൾ അതിൽ ഡിമോർഗൻസ് ലോ ഉണ്ട്. ബൈ യൂസിങ് ഡിമോർഗൻസ് ലോ പി ഓഫ് എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് സെറ്റ് തിയറിയിലുള്ളതാണ്. എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് എ യൂണിയൻ ബി ഓൾ കോംപ്ലിമെന്റ് ആണ്. എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് എ യൂണിയൻ ബി ഓൾ കോംപ്ലിമെന്റ് ആണ്. അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ ഇവിടെ പി ഓഫ് എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് ഈക്വൽ ടു പി ഓഫ് എ യൂണിയൻ ബി ഓൾ കോംപ്ലിമെന്റ് എഴുതും. അങ്ങനെയാണെങ്കിൽ അതിനെങ്ങനെ എഴുതാം? കോംപ്ലിമെന്റ് ഇവന്റ്സിന്റെ ഇതിൽ കേസിൽ എങ്ങനെ എഴുതാം? 1 മൈനസ് പി ഓഫ് എ യൂണിയൻ ബി എന്ന് എഴുതും. എന്നിട്ട് നമ്മൾ അഡീഷൻ തിയറം ഓഫ് ടു ഇവന്റ്സ് യൂസ് ചെയ്യും. അഡീഷൻ തിയറം ഓഫ് ടു ഇവന്റ്സ് എന്താണ്? പി ഓഫ് എ യൂണിയൻ ബി ഈക്വൽ ടു പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. അപ്പൊ ഇതെന്തോന്നു? 1 മൈനസ് ബ്രാക്കറ്റിൽ നമ്മൾ പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് കൊടുത്തു. ഇനി നമ്മൾ പി ഓഫ് എ ഇന്റർസെക്ഷൻ ബിക്ക് പകരം നമ്മൾ എന്ത് കൊടുക്കും? എയും ബിയും ഇവന്റ്സ് ആയതുകൊണ്ട്, എന്താണ്, ഇൻഡിപെൻഡന്റ് ഇവന്റ്സ് ആയതുകൊണ്ട് എങ്ങനെ എഴുതാം? പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എങ്ങനെ എഴുതാം? പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി എന്ന് എഴുതാം. അതവിടെ കൊടുത്തു. എന്നിട്ട് നമ്മൾ ഇവിടെ ഒരു റീഅറേഞ്ച്മെന്റ് നടത്തുകയാണ്. 1 മൈനസ് പി ഓഫ് എനെ ഒരു ബ്രാക്കറ്റിൽ ഇട്ടു, മൈനസ് എന്താണ്, ഇവിടെയും പി ഓഫ് ബി ഉണ്ട്, ഇതിലും പി ഓഫ് ബി ഉണ്ട്. ഇതിൽ രണ്ടിനും പി ഓഫ് ബിനെ പുറത്തെടുക്കും. ഉള്ളിൽ എന്ത് വന്നു? 1 മൈനസ് പി ഓഫ് എ എന്ന് വന്നു. ഇനി ഈ രണ്ട് ക്വാണ്ടിറ്റിയിലും 1 മൈനസ് പി ഓഫ് എ ഉണ്ട്. ഈ 1 മൈനസ് പി ഓഫ് എനെ പുറത്തെടുത്തിട്ട് ബ്രാക്കറ്റിൽ 1 മൈനസ് പി ഓഫ് ബി. 1 മൈനസ് പി ഓഫ് എ എന്താണ്? പി ഓഫ് എ കോംപ്ലിമെന്റ്. 1 മൈനസ് പി ഓഫ് ബി എന്താണ്? പി ഓഫ് ബി കോംപ്ലിമെന്റ്. സോ നമുക്ക് പി ഓഫ് എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് പി ഓഫ് എ കോംപ്ലിമെന്റ് ഇൻറ്റു പി ഓഫ് ബി കോംപ്ലിമെന്റ് എഴുതാൻ പറ്റി. സോ എ കോംപ്ലിമെന്റ് ആൻഡ് ബി കോംപ്ലിമെന്റ് ആർ ഇൻഡിപെൻഡന്റ്. ഇനി അടുത്ത റിസൾട്ട് നോക്കൂ. ഇഫ് എ ആൻഡ് ബി ആർ ഇൻഡിപെൻഡന്റ് ആൻഡ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റ്സ് then either p of a equal to 0 or p of b equal to 0. എയും ബിയും ഇൻഡിപെൻഡന്റ് ഇവന്റ്സ് ആണെങ്കിൽ ഒന്നെങ്കിൽ പി ഓഫ് എ 0 ആയിരിക്കും, അല്ലെങ്കിൽ പി ഓഫ് ബി 0 ആയിരിക്കും. അങ്ങനെ പ്രൂവ് ചെയ്ത് നോക്കാം. നമ്മൾ എടുക്കുക എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു 5 എന്ന് എടുക്കാം. എന്ന് വെച്ചാൽ എന്താണ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റ്സ് എന്ന് വെച്ചാൽ എന്താണ്? മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസ്ജോയിന്റ് ഇവന്റ്സ്. എ ഇന്റർസെക്ഷൻ ബിയിൽ ഒരു എലമെന്റ്സും ഉണ്ടാവില്ല. എയിലും ബിയിലും കോമൺ എലമെന്റ്സ് ഇല്ലെങ്കിലാണ് നമ്മൾ ഇതിനെ ഡിസ്ജോയിന്റ് ഇവന്റ്സ് എന്ന് പറയാം. എ ഇന്റർസെക്ഷൻ ബി 5 എടുത്തു. രണ്ട് സൈഡിലും നമ്മൾ പ്രോബബിലിറ്റി കൊടുത്തു. പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു പി ഓഫ് 5. പി ഓഫ് 5 എന്ന് പറയുന്നത് എന്താ? പ്രോബബിലിറ്റി ഓഫ് ആൻ ഇമ്പോസിബിൾ ഇവന്റ് എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി നമുക്ക് 0 കിട്ടി. സിൻസ് എ ആൻഡ് ബി ആർ ഇൻഡിപെൻഡന്റ്, നമുക്ക് റിസൾട്ടിന്റെ തന്നിട്ടുണ്ട് എയും ബിയും ഇൻഡിപെൻഡന്റ് ആണ്. എയും ബിയും ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ എന്താ വരിക? പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി. അതിനാണ് ഇക്വേഷൻ നമ്പർ 2. അപ്പൊ ഇതിന് രണ്ട് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഈക്വൽ ആണല്ലേ. റൈറ്റ് ഹാൻഡ് സൈഡ് ഈക്വൽ ആക്കുമ്പോൾ എന്ത് വരും? പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ഈക്വൽ ടു 0. പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ പി ഓഫ് എ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 പോസിറ്റീവ് ക്വാണ്ടിറ്റി ആണ്. പി ഓഫ് ബി പോസിറ്റീവ് ക്വാണ്ടിറ്റി ആണ് അല്ലെ. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ് രണ്ടും. അപ്പം എന്താണ്? ഈ രണ്ടിന്റെ പ്രോഡക്റ്റ് ഈക്വൽ ടു 0 ആണെങ്കിൽ ഏതെങ്കിലും ഒന്ന് 0 ആയിരിക്കണം.